ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സേവിയർ. ഇന്നത്തെ വിഷയം കരയാമ്പൂ, ഗ്രാമ്പൂ എന്ന് വിളിക്കും. ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം സിസൈജിയം ആരോമാറ്റിക്കം എന്നാ. മിറിട്ടേസിയ ഫാമിലി, സംസ്കൃതത്തിൽ ലവംഗം എന്ന് വിളിക്കും. ഇതിന്റെ പൂമുട്ടാണ് നമ്മൾ ഈ കരയാമ്പൂ. അത് ഉണക്കിയെടുക്കുന്നതാണ് കരയാമ്പൂ, പൂമുട്ട്. അത് മാത്രമല്ല, ഇലയും വേരും തൊലിയും ഒക്കെ ഔഷധ ഗുണമുണ്ട്. ഇതിന്റെ ഈ പറഞ്ഞ സംഗതികളെല്ലാം തന്നെ മാറ്റി അതൊന്ന് വേർതിരിച്ചെടുക്കുന്ന ആക്റ്റീവ് പ്രിൻസിപ്പിൾ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പല്ല് വേദനയ്ക്ക് ഒക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ദന്തരോഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന മിക്കവാറും മരുന്നുകളിൽ ഇത് ചേരുന്നുണ്ട്. അതുപോലെ ആയുർവേദ ഔഷധ നിർമ്മാണത്തിനും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഓക്കെ, നമുക്കിന്നിവിടെ ചില പൊടിക്കൈകൾ പറയാം. നിങ്ങൾക്ക് വീടുകളിൽ തന്നെ നിങ്ങൾ പലർക്കും സുപരിചിതമാണ് ഇതൊക്കെ. നമുക്ക് കരയാമ്പൂ അങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ, കരയാമ്പൂ ഉണക്കി പൊടിച്ചിട്ട് അത് ഇച്ചിരി ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങോട്ട് കഴിക്കുകയാണെങ്കിലല്ലോ കഫക്കെട്ട് കുറയും. കഫക്കെട്ട് കുറയുന്നതിന് നന്നാവും. അതുപോലെ വിശപ്പ് കൂടുന്നതിന് സഹായിക്കും. ഇനിയിപ്പോൾ ചൂടുവെള്ളം അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ തേനിൽ ചാലിച്ച് കൊടുക്കാം. കരയാമ്പൂ ഉണക്കി പൊടിച്ചത് ഫൈൻ പൗഡർ ആക്കുക, ഇച്ചിരി തേനിൽ ചാലിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ വിശപ്പ് കുറയുമ്പോൾ ഒത്തിരി ഭക്ഷണമൊക്കെ കഴിച്ചു, തലേദിവസം ഒരു കല്യാണമൊക്കെ അറ്റൻഡ് ചെയ്തു, പിറ്റേ ദിവസത്തേക്ക് വിശപ്പില്ലാതായി, അങ്ങനെയൊക്കെ പറയില്ലേ, അത്തരം അവസ്ഥയിൽ ഈ കരയാമ്പൂവിന്റെ പൊടി തേനിൽ ചാലിച്ച് അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ വിശപ്പ് ഉണ്ടാകുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ നെഞ്ചിലും ശിരസിലും ഒക്കെ കഫക്കെട്ടുണ്ടായിട്ട് ഇച്ചിരി നേരം തെറ്റി കുളിക്കുകയോ അല്ലെങ്കിൽ വെയിലത്ത് പോയി തല വേർക്കുകയൊക്കെ ചെയ്ത് ചെറിയ കഫക്കെട്ട് തുടക്കത്തിൽ തന്നെ ഇച്ചിരി കരയാമ്പൂവിന്റെ പൊടി എടുത്തിട്ട് തേനിൽ ചാലിച്ച് അങ്ങോട്ട് കഴിക്കുകയാണെങ്കിൽ ആ ശിരസിലും നെഞ്ചിലൊക്കെ ഉണ്ടാകുന്ന കഫക്കെട്ട് കുറയുന്നതിന് സഹായിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ വിരശല്യം ഉണ്ടാവില്ലേ, കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഡോസിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതിന് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് അറിയോ? ഏലത്തരി ഇല്ലേ, ഇതിന്റെ മരുന്നുകൾ നമ്മുടെ അടുക്കളയിലുള്ളത് തന്നെയാണ്. അതായത് ഏലത്തരി, അതുപോലെ കായം സ്വല്പം എടുക്കുക, കരയാമ്പൂ എടുക്കുക. ഇതെല്ലാം തുല്യ അളവിൽ, ഏകദേശം തുല്യ അളവിൽ എടുത്തിട്ട് ഫൈൻ പൗഡർ ആക്കുക. എന്നിട്ട് അത് ഇച്ചിരി ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട്, കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മതി. അത് രാവിലെ മാത്രം കൊടുത്താൽ മതി. വലിയവരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ എടുക്കാം. രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് ഒരാഴ്ച കഴിക്കണം. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു 1/4 ടീസ്പൂൺ കലക്കിയിട്ട് ഏലത്തരി വേണം, കായം വേണം, കരയാമ്പൂ വേണം. ഇത് നന്നായിട്ട് ഉണക്കി ഫൈൻ പൗഡർ ആക്കിയത് ഒരു 1/4 ടീസ്പൂൺ എടുക്കുക, ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കാലത്തും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് ഒരു 7 ദിവസം പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ വിരശല്യം കുറയുന്നതിന് സഹായിക്കുന്നു. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് ക്ലോവ് ഓയിൽ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ പോലും മേടിക്കാൻ കിട്ടും. കരയാമ്പൂവിന്റെ തൈലം, ഇത് വാറ്റിയെടുക്കുന്ന ഓയിൽ. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഇതുപോലെ ചുമ, ജലദോഷം, കഫക്കെട്ട്, തൊണ്ടവേദന, പനി, ഇത്തരം സംഗതികൾ, കോൾഡ് എന്ന് പറയുന്ന കണ്ടീഷനിൽ അതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ പല്ലുവേദന, മോണരോഗങ്ങൾ, വായുനാറ്റം, ദഹനക്കേട്, നെഞ്ചിൽ കഫക്കെട്ട്, ഇത്തരം അവസ്ഥയിൽ ഉപയോഗിക്കാം. എങ്ങനെ ചെയ്യാന്ന് പറയാം, ശ്രദ്ധിച്ചേക്ക്. അപ്പൊ അതിനായിട്ട് ക്ലോവ് ഓയിൽ വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. എപ്പോഴെങ്കിലും ആവശ്യം വരും. നമുക്ക് പ്രധാനമായിട്ട് ചുരുക്കി പറഞ്ഞാൽ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അറിയുണ്ടാവും, പല്ലുവേദന വരില്ലേ. പല്ലുവേദന വരുമ്പോൾ അത് ഇച്ചിരി പഞ്ഞിൽ മുക്കിയിട്ട് ആ പല്ലുവേദന തോന്നുന്ന ഭാഗത്ത് വെച്ച് കടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങ് മരവിച്ച് ആ പല്ലുവേദന ഇല്ലാതെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും രാത്രി. ഓക്കെ, അങ്ങനെ ഒരു മിനിമം ഉപയോഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇനിയിപ്പോൾ ദഹന പ്രശ്നമുള്ളവർക്കും കഫക്കെട്ടുള്ളവർക്കും വായുനാറ്റം, അതുപോലെ ഭയങ്കരമായ ബാഡ് ബ്രത്ത്, ഫൗൾ സ്മെല്ല് വരും വായെന്നും മൂക്കുന്നും ശ്വാസത്തിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോവ് ഓയിൽ ഒരു 1/2 ഗ്ലാസ് നല്ല ചൂടുവെള്ളത്തിൽ ഒരു 3-4 തുള്ളി ഇട്ടിച്ചിട്ട് അത് കൗൾക്കൊള്ളുക. അത് രാവിലെയും വൈകിട്ടും ചെയ്യാം. ഒന്ന് ഗാർഗിൾ ചെയ്തിട്ട് തുപ്പിക്കളഞ്ഞോ. ഓക്കെ, അങ്ങനെ ചെയ്താൽ ഈ വായുനാറ്റം ശമിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ പല്ലുകൾക്കും മോണകൾക്കും വരുന്ന കേടുകൾ നിയന്ത്രിക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. ഇത് പതിവായിട്ട് നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു 2 തുള്ളി ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഇട്ടിച്ചിട്ട് ഒന്ന് കവിൾ കൊണ്ട് തുപ്പിക്കളയുകയാണെങ്കിൽ മോണകൾക്കും പല്ലുകൾക്കും നല്ലതാണ്. ഒപ്പം തന്നെ ഇതുപോലെ വായുനാറ്റം, അതുപോലെ കഫക്കെട്ട് കൂടുതലായിട്ടുള്ള പ്രകൃതിക്കാരില്ലേ, കഫപ്രകൃതിക്കാരൊക്കെ എപ്പോഴും തൊണ്ടയിലും ശിരസിലും മൂക്കിലും ഒക്കെ കഫക്കെട്ട് ഉള്ളവരുണ്ട്. കഫം അധികരിച്ചിട്ടേ അത്തരക്കാർ ഈ ഗാർഗിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വായനാറ്റം, ബാഡ് ബ്രത്ത് ശമിക്കുന്നതിന് സഹായിക്കും. അതുപോലെ പല്ലുവേദനയ്ക്കും മോണരോഗങ്ങൾക്കോ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് ശമിക്കും. അതുപോലെ തന്നെ ഈ കഫം കൂടുന്നത് വഴി നിങ്ങൾക്ക് ശബ്ദം അടയുക, ഭയങ്കര സ്നോറിങ്, കഫക്കെട്ട് കൂടിയിട്ടേ ഇത്തരം അവസ്ഥകൾ, അതുപോലെ പൊടിയടിച്ച് തുമ്മ, ഈ സെപ്റ്റൽ ഡീവിയേഷൻ, നാസൽ പോളിപ്പൊക്കെ ഉള്ളവർക്ക്, മൂക്കില് ഇങ്ങനെ ദശ വളരുക, മൂക്കിന്റെ പാലത്തിന് ചെരിവ്, ഇത്തരം അവസ്ഥയില്ലേ, അത്തരം കണ്ടീഷനിലൊക്കെ ഈ ചൂടുള്ള വെള്ളത്തിൽ ഒരു 3-4 തുള്ളി കരയാമ്പൂവിന്റെ എണ്ണ, ക്ലോവ് ഓയിൽ ഇറ്റിച്ചിട്ട് കവിള് കൊണ്ടാൽ ഇതിനൊക്കെ ശമനം ലഭിക്കുന്നതിനോ നിയന്ത്രിച്ച് നിർത്തുന്നതിനോ സഹായിക്കുന്നു. ഓക്കെ, അതൊരു ഉപയോഗം. ഇനി നിങ്ങൾക്ക് ഈ ക്ലോവ് ഓയിൽ നിങ്ങൾ സ്വല്പം ചൂടുവെള്ളത്തിൽ ചേർത്തിട്ടേ നമ്മൾ രാവിലെ പതിവായിട്ട് കഴിക്കുക വെറും വയറ്റിൽ. അപ്പൊ ചെറുതായിട്ട് ഈ ദഹന പ്രശ്നം, ചെറുതായിട്ട് ഗ്യാസ്, കഫം കെട്ടുക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. അതിനും ഈ ക്ലോവ് ഓയിൽ ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കാം. 1-2 തുള്ളി. അസിഡിറ്റി, ഭയങ്കരമായിട്ട് നെഞ്ചിരിച്ചിലും പുളിച്ചിട്ടുള്ളവർ കഴിക്കരുത്. എന്താ കാരണം വെച്ചാൽ ഇതിന്റെ വീര്യം എല്ലാവരും വിചാരിക്കും ഉഷ്ണവീര്യാണ്, പക്ഷെ ശീതവീര്യ. പക്ഷെ തിക്ത കടു രസമാണ്, കടു വിഭാഗമാണ്, ലഘു തീക്ഷ്ണ ഗുണമാണ്. അപ്പൊ അതുകൊണ്ട് അസിഡിറ്റി ഉള്ളവരും അൾസർ ഉള്ളവരും ഒന്നും ഉപയോഗിക്കേണ്ട, ഉള്ളിലേക്ക് കഴിക്കേണ്ടെന്ന് അർത്ഥം. ഓക്കെ,
ശീതവീര്യ പക്ഷേ അതുകൊണ്ട് അതാണ് ഇതിന്റെ ഒരു വൈരുദ്ധ്യം. സാധാരണ ലഘു രൂക്ഷമായിട്ട് തീക്ഷ്ണമായിട്ടുള്ള ഗുണങ്ങളുള്ളതും അതുപോലെ കടു തിക്തരസം കടു വിഭാഗമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദ്രവ്യം ഉഷ്ണവീര്യായിരിക്കും പൊതുവെ. പക്ഷെ നമ്മുടെ കരയാമ്പൂ ശീതവീര്യ, മനസ്സിലായോ? അതായിരിക്കാം ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഒട്ടനവധി കണ്ടീഷനിൽ ഉപയോഗിക്കാം. ഇനി പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചെറുതായിട്ട് കോൾഡൊക്കെ വന്നു, പനി വന്നു, ഒരു 7 ദിവസം കഴിഞ്ഞു, പനിക്കോളൊക്കെ മാറി ആ വരുന്ന അവസ്ഥയിൽ നിങ്ങൾ കുളിക്കാൻ തുടങ്ങില്ലേ, ആ കുളിക്കുമ്പോൾ ആ ക്ഷീണവും തളർച്ചയും കഫക്കെട്ടൊക്കെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് പോകാനായിട്ട് കുളിക്കുന്ന നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു 6-7 തുള്ളി ഇറ്റിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കുളിക്കുക. അപ്പോൾ ഒരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടും. ആ കഫക്കെട്ടൊക്കെ കുറയുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ആ കഫക്കെട്ടും ചുമയൊക്കെ കൂടുതലുള്ള സമയത്ത് നെഞ്ചിലൊക്കെ പുരട്ടുക. ഈ ക്ലോവ് ഓയിൽ കുറച്ച് തുള്ളി എടുത്തിട്ട് കൂടുതലായ പൊള്ളൂട്ടോ. കുഞ്ഞു കുട്ടികൾക്കൊന്നും ചെയ്തതെന്ന് വെച്ചാൽ സ്കിന്ന് വളരെ സോഫ്റ്റ് സ്മൂത്ത് സ്കിന്നാകുമ്പോൾ പൊള്ളൽ വരാൻ അനുഭവപ്പെടും സാധ്യതയുണ്ട്. വലിയവരൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. ആ നെഞ്ചിലും തൊണ്ടയിലൊക്കെ അത് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ കഫക്കെട്ട് ചുമ എന്നിട്ടൊന്ന് ആവിയും കൂടെ കൊള്ളുകയാണെങ്കിൽ ഇത് ഇച്ചിരി വെള്ളത്തിലേക്ക് ഇതൊരു 3-4 തുള്ളി ഇറ്റിച്ചിട്ട് ആവി കൊള്ളാനും ഉപയോഗിക്കാം. മൂക്കിലും തൊണ്ടയിലൊക്കെ ഒന്ന് പുരട്ടിയതിന് ശേഷം അത് ഇറ്റിച്ച് ഈ ക്ലോവ് ഓയിൽ ഇറ്റിച്ച വെള്ളം കൊണ്ട് തന്നെ തിളപ്പിച്ച് ആവി കൊള്ളുക. അപ്പൊ എന്തൊക്കെ ഉപയോഗങ്ങളല്ലേ? പല്ലുവേദനയ്ക്ക് ഉപയോഗിക്കാം, ഗാർഗിളിന് ഉപയോഗിക്കാം, കുളിക്കാനുള്ള വെള്ളത്തിൽ ഇറ്റിച്ച് ഉപയോഗിക്കാം, അതുപോലെ നെഞ്ചിലും തൊണ്ടയിലൊക്കെ പുരട്ടി അത് തന്നെ ഈ ക്ലോവ് ഓയിൽ ഇറ്റിച്ച് ആ വെള്ളം കൊണ്ട് തന്നെ ആവി കൊള്ളാം. അപ്പൊ എന്താ പറ്റുക? ജലദോഷം, കോൾഡ്, ചുമ, തുമ്മല്, ജലദോഷം, കമക്കെട്ട് ഇതൊക്കെ ശമിക്കുന്നതിന് സഹായിക്കുന്നു. അതായത് ഇതിന് തീക്ഷ്ണ ഗുണം ആണല്ലോ, രൂക്ഷ ഗുണമാണ്, തീക്ഷ്ണ ഗുണമാണ്, കടു വിഭാഗമാണ്. അതുകൊണ്ടാണ് ഈ കഫത്തിനെ ശമിപ്പിക്കുന്നതും അഗ്നിദീപ്തി ഉണ്ടാക്കിയിട്ട് ദഹനക്കേടും ഇൻഡൈജഷനും ഒക്കെ കുറയ്ക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ വായനാറ്റം ഉണ്ടാവുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പൊ അതുപോലെ പല്ലുവേദനയ്ക്കും വളരെ പ്രയോജനമാണ്. അതുകൊണ്ട് ഒരു ക്ലോവ് ഓയിലിന്റെ ഒരു കുഞ്ഞു കുപ്പി എല്ലാ വീടുകളും മേടിച്ച് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. എപ്പോഴും ആർക്കാ ഉപകാരപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, വർഷത്തിലൊരിക്കൽ ഒന്ന് മാറ്റണം കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾ കോൾഡൊക്കെ വരുമ്പോൾ ഒരു സീസണൽ കോൾഡൊക്കെ വരും. ഇപ്പൊക്കെ പൊതുവെ കുറവാണ്. എന്നിരുന്നാലും ഒരു 4 തുള്ളി എടുത്ത് നെഞ്ചിലൊക്കെ പുരട്ടിയൊന്ന് ആവിയുണ്ട്, ഒരു 4 തുള്ളി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കൗള് കൊണ്ടുവന്ന് റിൻസ് ചെയ്ത് തുപ്പി കളയുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അങ്ങനെ കരയാമ്പൂ വളരെ പ്രയോജനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ കറികൾ ചേർക്കാൻ വേണ്ടി മാത്രമല്ല അത് ഉപയോഗിക്കണേ, നമുക്ക് ഇത്തരം ആരോഗ്യ ഗുണങ്ങളും ഇതിനടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് കിച്ചണിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന മിക്ക സംഗതികളും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ കഫക്കെട്ട് കുറയുന്നതിനും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സഹായകമായ ഒരു വൈഡ് റേഞ്ച് ഓഫ് മെഡിക്കേഷൻ, ആയുർവേദ മരുന്നുകൾ തന്നെ നമ്മുടെ കിച്ചണിലുണ്ട്, ഓരോരുത്തരുടെ വീടുകളിലും. മനസ്സിലായോ? അതാണ് സത്യം. അപ്പൊ പിന്നെ നിങ്ങൾ ഇനി ഇത് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ആലോചിച്ച് വിഷമിക്കണ്ടല്ലോ. അതുകൊണ്ട് പറഞ്ഞത് മാത്രം. മനസ്സിലായില്ല? നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല സംഗതികളും തന്നെയാണ് ആയുർവേദ മരുന്നുകളിലും ചേർക്കുന്നത്. ഓക്കെ, രണ്ടും ഒന്നാണെന്ന് മാത്രം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പ്രശ്നങ്ങൾ, ഇത്തരം സംഗതികൾക്കൊക്കെ ഇതൊരു ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാം. പല്ലുവേദനയ്ക്കും വിരയ്ക്കും കഫക്കെട്ടിനും ചുമയ്ക്കും ജലദോഷത്തിനും വിശപ്പ് ഉണ്ടാകുന്നതിന് ഇത് ഉപയോഗിക്കാൻ ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ആവർത്തിച്ചൊന്ന് കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. അതിനു മുമ്പ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യുക. ഓക്കെ, ഈ ചാനലിൽ ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെയുള്ള ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെയുള്ള റെഡ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോട് അടുത്ത് വരുന്ന ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഡെയിലി രാത്രി 9 മണിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.